അപ്പൊ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കസിൻസും ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മൾ പെയിന്റ് ബോൾ ഷൂട്ടിങ്ങിന് വന്നിട്ടുള്ളത്. ഇൻട്രോ കസിനാണ്. കുറച്ചൊക്കെ എന്താ പരിപാടി ഇവിടെ? ഓക്കെ, എത്ര പേരുണ്ട്? നീ ജയിക്കോ? ഓക്കെ ഓക്കെ, നമുക്ക് ബാക്കി കണ്ടിന്യൂ അല്ലേ? ഗെയിം തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഞാൻ വിചാരിച്ചു ഇതിന്റെ ഉൾവശമൊക്കെ ഒന്ന് കാണിച്ചു തരാണ്. ഇതിന്റെ പേര് വരുന്നത് ബാറ്റിൽ സോൺ എന്റർടൈൻമെന്റ് എന്നാണ്. തുമാമ മാളിൽ, ഖത്തറിൽ തുമാമ മാളിന്റെ ഉള്ളിലാണ് ഇത് വരുന്നത് കേട്ടോ. ഇവിടെ പെർ ഹെഡ് 70 റുപ്പീസ് ആയിരുന്നു. ഇപ്പോൾ അത് നോർമൽ ചാർജസ് ഒക്കെ ഇതിൽ കൂടുതലൊക്കെ ഉണ്ടാവാറുണ്ട്. ഈദിന്റെ സമയമൊക്കെ ആയതുകൊണ്ട് നമ്മൾക്ക് പൈസ കുറവേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ വെച്ചാണല്ലോ നമ്മളെ വെട്ടിവെക്കാൻ പോകുന്നത് ഗൈസ്. ധന പേടിയുണ്ടോ? ധന എനിക്ക് പേടിയുണ്ടോടാ? പേടിയുണ്ടോ? ഇല്ല. ഇപ്പൊ പബ്ജിന്റെ എന്തോ വലിയ നേതാവാണെന്നൊക്കെ പറയുന്നത്. നമ്മൾ ടോട്ടൽ 9 പേരായിരുന്നു ഉണ്ടായിരുന്നത്. മാക്സിമം ഒരു സെറ്റിൽ 12 പേർക്കാണ് പറ്റുക കേട്ടോ. അങ്ങനെ നമ്മൾക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞുതരായിരുന്നു, എത്രയാണ് റേറ്റ് കാര്യങ്ങളൊക്കെ. ഇതിൽ നേരത്തെ പറഞ്ഞ കവറോളും ചെസ്റ്റ് പ്രൊട്ടക്ഷനും പിന്നെ അതുപോലെ ഹെൽമെറ്റും, ഇത് മൂന്നും ധരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉള്ളിലേക്ക് പോവാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് അവർ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ അത്യാവശ്യം വേദന എടുക്കുന്നുണ്ട് കേട്ടോ ഈ സാധനം. ഞാൻ വിചാരിച്ചു ഇത്രയൊന്നും പെയിൻ ഉണ്ടാവില്ല. അതെൻ്റെ കയ്യിലൊക്കെ ഒരു സ്ഥലത്ത് കൊണ്ടെടുത്ത് നല്ല കല തന്നെ വന്നിട്ടുണ്ട്. നമ്മൾ 9 പേരായത് കൊണ്ട് തന്നെ ഒരു ടീമിൽ ഒരാൾ എക്സ്ട്രാ ഉണ്ടായിരുന്നു. നമ്മളുടെ ടീമിൽ 4 പേരും അവരുടെ ടീമിലും 5 പേരും ആയിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ റെഡ് ഹെൽമെറ്റിൽ നമ്മുടെ ടീമും, ബ്ലൂ അവരുടെ ഹെൽമെറ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഇങ്ങനെയാണ് ഗണ്ണിൽ ഹൈഡ്രജൻ കയറ്റുന്നത് തോന്നുന്നു. ഹൈഡ്രജൻ ആണെന്ന് തോന്നുന്നു കേട്ടോ. ഒരാൾക്ക് 100 ബുള്ളറ്റ്സ് ആണ് ഉണ്ടാവുക. 40 മിനിറ്റ്സ് മാക്സിമം ഉണ്ടാവും. ഇതിന്റെ കോർഡിനേറ്റർ നമുക്ക് റൂൾസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. First rule in paintball, don't take the mask off during the game. It's very important. Second rule, the court split 2 sides. See this board in the middle? You cannot cross the line. Red team can this side, blue team other side. It's okay, you can shoot from here, but no crossing the line. You see these bases? You have 2 bases. The game starts inside the base, but after starting the game, nobody can play inside. All you need to... പുള്ളിക്കാരൻ എക്സ്പ്ലനേഷൻ ഒക്കെ കഴിഞ്ഞപ്പോൾ നമ്മളുടെ ഗെയിം ഏകദേശം സ്റ്റാർട്ടായി. ഒരു 20 മിനിറ്റ്സ്, എനിക്ക് തോന്നും 40 മിനിറ്റ്സ് വരെ കളിക്കെങ്കിൽ പോലും നമ്മൾ ബുള്ളറ്റ് എല്ലാവരും പെട്ടെന്ന് തന്നെ തീർത്തു. ആകെ ഒരു 20 മിനിറ്റ് മാത്രമേ ഗെയിം ഉണ്ടായിരുന്നുള്ളൂ. അത്യാവശ്യം നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ അടിപൊളിയാണെന്നും പറയാൻ പറ്റില്ല. കാരണം ഇതിന് മുന്നേ ഞാനൊരു ലേസർ വെച്ചിട്ടുള്ളൊരു ഇതുപോലുള്ളൊരു ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് അത് കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു എന്നാണ്. പക്ഷേ ഇതും കൊള്ളാം. അതായത് ഒരു 1 ടൈം എൻ്റർടൈൻമെൻ്റ് ആണ്. മേ ബി റിപ്പീറ്റഡ്ലി പോകാൻ തോന്നിയിട്ടില്ല. ഞാൻ ആക്ച്വലി ഗെയിമും കൂടി റെക്കോർഡ് ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ അത് പറ്റിയിട്ടില്ല. കാരണം ഉള്ളിൽ എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അവരതിൻ്റെ സെക്യൂരിറ്റി ഏറ്റെടുക്കില്ല എന്ന് പറഞ്ഞു. കാരണം വേറെ എവിടെയും സെപ്പറേറ്റ് വെക്കാൻ വേണ്ടി സ്ഥലം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടില്ല. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ കേട്ടോ. നമ്മളതിന് ശേഷം ഒരു ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്തു അവർ തന്നെ പറഞ്ഞിട്ട്. ആക്ച്വലി നമ്മളുടെ ടീം തോക്കുകയാണ് ചെയ്തത്. അവരുടെ ടീമാണ് കേട്ടോ ജയിച്ചത്. നമ്മള് ജയിച്ചേ, വെറുതെ നമ്മള് ജയിച്ചേ. കുട്ടിക്കടാ, നിങ്ങള് തോറ്റല്ലേ? നിങ്ങള് തോറ്റ്. കിട്ടണമെന്ന് അറിയില്ല. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? കിട്ടിയില്ല. കളിക്കാൻ പറ്റൂല. നിനക്കൊന്നും കിട്ടിയില്ല. തീരുമാനമായോ? അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നല്ലൊരു ആക്ടിവിറ്റി ആയിരുന്നു. ഖത്തറിൽ ആർക്കെങ്കിലും പോകാൻ താല്പര്യം ഉണ്ടെങ്കിലും ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എന്തായാലും ഒരു 1 ടൈം ആക്ടിവിറ്റി ആയിട്ട് എല്ലാവരും ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്യുന്നതിൽ തെറ്റില്ല എന്ന് ഞാൻ പറയുള്ളൂ. അപ്പോൾ ഗുഡ് ബൈ കേട്ടോ. ടേക്ക് കെയർ.